ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് റിലയൻസിന്റെ സ്റ്റോക്ക് നന്നായിട്ട് മൂവ് ചെയ്തു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ റിലയൻസിന്റെ റിസൾട്ട് മാർക്കറ്റിൽ നല്ല റിസൾട്ടാണ് വന്നത്. അതുകൊണ്ടാണ് റിലയൻസിന്റെ സ്റ്റോക്ക് ഇന്ന് മൂവ് ചെയ്തത്. റിലയൻസിന്റെ ഇപ്പം ട്രേഡ് ചെയ്യുന്ന പ്രൈസ് 1360 രൂപ പോയിട്ടുണ്ട് ഫ്യൂച്ചർ പ്രൈസ്. സോ ഇന്ന് രാവിലെ റിലയൻസിന്റെ ബൈ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി റിലയൻസിന്റെ ബൈ ഇന്ന് രാവിലെ ആയിരുന്നില്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു റിലയൻസിന്റെ ബൈ. സോ എനിവേ ഇന്ന് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്ന് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ റിലയൻസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മേ ബി ആ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ ചിലപ്പോൾ 1600 പോകും. പക്ഷേ കറണ്ട് സിനാരിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇൻഡസിൻഡ് ബാങ്കിനെ കുറിച്ചാണ്. ഇൻഡസിൻഡ് ബാങ്കിന് പറയുന്നത് വെച്ചാൽ അതിന്റെ റിസൾട്ട് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് ഇൻഡസിൻഡ് ബാങ്കിന്റെ. സോ ഇൻഡസിൻഡ് ബാങ്ക്സ് ടു ടേക്ക് $230 million ഹിറ്റ് ഇൻ 2024 അക്കൗണ്ട്സ് ആണ് കണ്ടത് ന്യൂസ്. സോ അതുകൊണ്ട് ഇൻഡസിൻഡ് ബാങ്ക് നിങ്ങൾ വാച്ച് ചെയ്യുക. വേറൊരു പ്രധാന കാര്യം വെച്ചാൽ ഈ എയർലൈൻ സ്റ്റോക്സ് ലൈക്ക് ഇൻഡിഗോ ഇതുപോലത്തുള്ള സ്റ്റോക്സ് ഒക്കെ വാച്ച് ചെയ്യേണ്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പാകിസ്ഥാൻ എയർ സ്പേസ് അവര് ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇത് ഈ ഫ്ലൈറ്റിനൊക്കെ വേറെ വഴിക്ക് വളച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഫ്ലൈറ്റിന്റെ ലോങ്ങർ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫ്യൂൽ കോസ്റ്റ് വളരെ കൂടും. അത് മാത്രമല്ല പൈലറ്റ് പറയും ഞങ്ങൾക്ക് ഇത് ഫ്ലൈ ചെയ്യേണ്ടി കുറെ സമയം ഫ്ലൈ ചെയ്യണം, അത് ഫ്ലൈയിങ് അവേഴ്സ് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. സോ കഴിഞ്ഞ 2019 നിങ്ങൾക്കറിയായിരിക്കും ഈ എയർലൈൻ സ്റ്റോക്സ് ഒക്കെ വലിയ ലോസിലായിരുന്നു. കാരണം ഈ കാർഗിൽ വാറൊക്കെ ഉള്ള സമയത്ത് അവർ ഫ്ലൈറ്റിന്റെ ഇത് എയർ സ്പേസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട്. സോ അതുകൊണ്ട് ആ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറെ സ്റ്റോക്കുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് നന്നായിട്ട് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ഞാൻ മുന്നേ പറഞ്ഞു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ഇറ്റ് ഈസ് ഓൾവേസ് എ ബൈ. വെനെവർ യു ഗെറ്റ് ഇറ്റ് എ ലോ പ്രൈസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ഇസ് ബൈ. RBL ബാങ്ക് ഇന്നിപ്പോൾ ചെയ്യുന്നത് 199 RBL ബാങ്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ദാറ്റ് ഈസ് വൺ അനദർ സ്റ്റോക്സ് ഓൾവേസ് എ ഗുഡ് സ്റ്റോക്ക്. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കുറച്ച് വാല്യൂഷൻ കൂടുതലാണ് 33 ഉള്ളത്. ഇപ്പോൾ CMP ഉള്ളത് 4415. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കും. സോ ഇന ഫൈനാൻസിന്റെ റിസൾട്ട് മോശമാണ് കണ്ടത്. സോ ദി ഭാരത് ഡൈനാമിക്സ് ഓൾസോ ഇതെല്ലാം ഡിഫൻസ് സ്റ്റോക്സ് ആണ്. ഇപ്പോൾ ഈ ഡിഫൻസ് സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് ഓൾസോ 1493 ഉണ്ട് ഭാരത് ഡൈനാമിക്സ്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് അഗൈൻ PSU കമ്പനി. ഭാരത് ഇലക്ട്രോണിക്സ് നിഫ്റ്റി സ്റ്റോക്കാണ്. ദാറ്റ്സ് സ്റ്റോക്ക് ഓൾസോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു സ്റ്റോക്ക് ഞാൻ കാണുന്നത് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ 1800 താഴത്ത് പോകുന്നില്ല. സോ ഐ തിങ്ക് ഭാരതി എയർടെൽ 1850 വരെയുള്ള പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ട് ഭാരതി എയർടെൽ. സോ വരുൺ ബീവറേജസ് അനദർ സ്റ്റോക്ക് 533 രൂപയിൽ ചെയ്യുന്ന സ്റ്റോക്ക്. വി ക്യാൻ വാച്ച് വരുൺ ബീവറേജ് ഓൾസോ. ഈ ഇങ്ങനെയുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഞാനൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇപ്പോൾ ഹൈ റിസ്ക് മാർക്കറ്റിൽ വാട്ട് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് യു പ്രിഫർ? കാരണം ഇന്നിപ്പോൾ പൊസിഷൻ എടുക്കുന്നത് തന്നെ കുറച്ച് റിസ്ക്കിയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണല്ലോ. കാരണം ഇതിപ്പോൾ പറയുന്നത് ചെറിയൊരു ഫയറിംഗ് ഒക്കെ ഉണ്ടായെന്ന് കേൾക്കുന്ന ന്യൂസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ വി ക്യാൻ എൻറ്റർ ദി മാർക്കറ്റ് ലൈക്ക് ആൻ ഓപ്ഷൻ ട്രേഡർ പോലെ ഇപ്പം ചെയ്യുന്നത് കൂടുതൽ സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളൊരു ഓപ്ഷൻ വാങ്ങിക്കാൻ വെച്ചാൽ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ആർ ഓൾസോ സെക്യൂരിറ്റീസ്. അതൊരു സെക്യൂരിറ്റീസ് തന്നെയാണ്. സ്റ്റോക്ക് പോലുള്ള ഒരു സെക്യൂരിറ്റിന് ഓപ്ഷൻ കോഡ്. ഓപ്ഷന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വാരിയബിൾ ടു അനദർ വാരിയബിൾ. അതാണ് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് വേറൊരു പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ രണ്ട് വാരിയബിൾ ഒരു കുറയുന്ന സമയത്തോ കൂടുന്ന സമയത്തോ വാരിയബിൾസ് എങ്ങനെ മാറുന്നത് വെച്ചാൽ. സോ നിങ്ങൾ ഒരു ഓപ്ഷൻ റൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. സോ ഒരു AAA ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ഒരു കമ്പനി ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് യു ആർ ഗോയിങ് ടു മേക്ക് വെരി ലിറ്റിൽ മണി. അറ്റ് ദ സെയിം ടൈം യു ടേക്ക് എ ബിഗ് ലോസ് ഓൾസോ സം ടൈംസ്. കാരണം അതിന്റെ പ്രീമിയം മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. ഓപ്ഷന്റെ പ്രീമിയം ടൈം ഡിക്കേയിൽ വരുന്ന പ്രീമിയം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ അതിൽ ഓപ്ഷൻ റൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു നീഡ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്കും കൂടുതൽ നല്ലത്. കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ആപ്പിൾ എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രൈസ് ഓപ്ഷൻ പ്രീമിയം ഒരു ഐ മീൻ ദാറ്റ് ഒരു $50 ആണെങ്കിൽ യു ആർ ലൂസിങ് ഓൺലി $50. യു വോണ്ട് ലൂസ് മച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓപ്ഷനിൽ മാക്സിമം ലോസ് വരുന്ന പ്രീമിയത്തിൽ ലോസ് വരുന്നത് അഥവാ അത് കയറിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ പ്രീമിയം കുറച്ച് കയറി കഴിഞ്ഞാൽ $1-2 പ്രീമിയം $5 പ്രീമിയം കയറി കഴിഞ്ഞാൽ യു ക്യാൻ സെൽ ഇറ്റ് ആൻഡ് ക്യാഷ് ഓൾസോ. സോ അതിന് കുറച്ച് ക്യാപിറ്റലും ആവശ്യമുള്ളൂ ഓപ്ഷൻ ട്രേഡിങ്ങിന് കുറച്ച് ക്യാപിറ്റൽ. പക്ഷേ അത് ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിഫ്റ്റിയിൽ ചെയ്യുന്നതിന് കൂടുതൽ നല്ലത്. കാരണം നിഫ്റ്റിയിലായിരിക്കും നിങ്ങൾക്ക് നല്ല മൂവ് കിട്ടുക ഓപ്ഷൻസിൽ.
അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ എങ്ങനെയാണ് ഈ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ബ്ലാക്ക് ആൻഡ് ഷോൾ എന്ന് പറഞ്ഞ ആളാണ്. കാരണം പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഒരു ഇനി പറയാന്ന് വെച്ചാൽ ഈ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഗ്രീക്കുകാർ ഈ ഓപ്ഷൻസ് പണ്ട് ട്രേഡ് ചെയ്യുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർക്കിത് തിയറട്ടിക്കൽ പ്രൈസ് എങ്ങനെയാണ് ഈ ഓപ്ഷൻ്റെ പ്രൈസ് ഡിറൈവ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്കൊരു മെത്തേഡ് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് ഷോൾ എന്ന് പറഞ്ഞ അവർ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത്. സോ ബ്ലാക്ക് ആൻഡ് ഷോളിന് അതിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്യാൻ അതിൻ്റെ അകത്തുള്ള വലിയൊരു ഫൈനാൻഷ്യൽ ഇൻവെൻഷൻ ആയിരുന്നു ഇത്. ഇപ്പം ഓപ്ഷൻസ് ഒരുവിധ എല്ലാ കോമഡിറ്റീസ് ട്രേഡിങ്ങിലും ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് ഷോൾ ആൾക്കാരാണ്. സോ അതുപോലെ നിങ്ങൾ ഹെഡ്ജ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ റിട്ടേൺസ് ഓപ്ഷൻസിൽ കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. ഇന്നത്തെ ഈ റിസ്ക് കവർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഓപ്ഷൻ ട്രേഡർ അല്ല, എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വേൾഡ് സിനാരിയോയിൽ നമ്മളെങ്ങനെ റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നത് അതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ ദിസ് ഈസ് ഓൾ ടുഡേ വാണ്ട് ടു ടെൽ. റിലയൻസിൻ്റെ സ്റ്റോക്ക് വാച്ച് ചെയ്യുക. സോ താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ഫോർ യു ടു subscribe my channel and support my channel. Have a nice day.